ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബഹ്റിനിൽ കഴിഞ്ഞ നാളുകളിൽ ഏറെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് യുണീബ്. ഇവരുടെ നേതൃത്വത്തിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയാലോ. ഹലോ, എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. യുണൈറ്റഡ് നേഴ്സസ് ഓഫ് ഇന്ത്യ ബഹ്റിന്റെ ആഭിമുഖ്യത്തിൽ മനാമ അൽഹിലാൽ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടുകൂടി ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ വീഡിയോയിൽ അതിന്റെ വിശേഷങ്ങളാണ്. ഇന്ത്യ ബഹ്റിന്റെ ഒരു മെഡിക്കൽ ക്യാമ്പ്, മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുവാനായിട്ട് ഇടയാക്കിയതിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. ആൻഡ് അതിനേക്കാളുപരി അൽഹിലാലിൻ്റെ ഒരു ബിഗ് സപ്പോർട്ട് കൂടിയാണ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് അറേഞ്ച് ചെയ്തത്. അതുപോലെ വേണ്ടത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതും ഒരു ഹെൽത്തി ലൈഫാണ്. അപ്പം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ സന്തോഷമുള്ളൂ. അപ്പം നമുക്കൊരു ഏറ്റവും മികവുറ്റ ഒരു സമൂഹത്തെ നമുക്ക് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും പ്രവർത്തനം അങ്ങനെ ഒരുപാട് 20-22 വർഷമായിട്ട് ബഹ്റിനിൽ നല്ല സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് സേവനം ചെയ്യുന്ന ഏറ്റവും റേറ്റിംഗ് ഉള്ള മാലാഖമാർ ചിലപ്പോൾ മലയാളികളായിരിക്കും. അത് തീർച്ചയായിട്ടും അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ സുഗന്ധം പരത്തിക്കൊണ്ട് നടന്നു പോകുന്ന വഴികളിൽ സുഗന്ധം പരത്തിക്കൊണ്ട് കടന്നു പോകുന്ന ഒരു കൂട്ടം സഹോദരിമാരുടെ മഹത്തായ സേവനം. സഹോദരിമാർ മാത്രമല്ല, സഹോദരന്മാരുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ എന്തുകൊണ്ടോ അമ്മയുടെ പരിലാളനയും സഹോദരിയുടെ സ്നേഹവും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മുത്തശ്ശിയുടെ താങ്ങും തലോടലും ഒക്കെ ആയിട്ട് ഒരേ സമയത്ത് വ്യത്യസ്തമായ റോളുകളിൽ കടന്നു വരുന്ന, ചിലപ്പോൾ ഒരു ചെറിയ ഒരു ഇർക്കല് കൊണ്ട് പേടിപ്പിക്കുകയും അതോടൊപ്പം വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും വളരെ ലാളിത്യത്തോടു കൂടി ഒരു തലോടയായി വരികയും അതോടൊപ്പം സ്നേഹത്തിന്റെ ഏറ്റവും നല്ല പ്രിയപ്പെട്ടവളെ പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന തലത്തിൽ മാറി നമ്മുടെ മുന്നിലേക്ക് നിരന്തരമായിട്ട്, നമ്മളൊക്കെ രോഗികളാകാത്ത നിമിഷം വളരെ അപൂർവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രോഗങ്ങളില്ലാത്ത എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവുകയും ആ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഒരുപാട് താഴോട്ട് പോവുകയും ചെയ്യുന്ന നിമിഷങ്ങളുണ്ട്. അപ്പോഴൊക്കെ ഈ ചിരിക്കുന്ന മുഖം ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട്, മുഖങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ആ മുഖങ്ങൾ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പോലെ, അതായത് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ നമ്മളെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ പോലെ ഓർക്കുന്ന തലത്തിൽ എന്നും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന തലത്തിൽ നിങ്ങൾ പലപ്പോഴും, നിങ്ങളുടെ മുഖങ്ങൾക്ക് എല്ലാം ഒരേ മുഖമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തിന് ഒരേ പ്രത്യേകതയാണ്. നിങ്ങളുടെയൊക്കെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി സ്നേഹത്തിന്റെ പുഞ്ചിരിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സ്നേഹത്തിന്റെ പുഞ്ചിരി ഹൃദയത്തിൽ എപ്പോഴും ഉള്ള, വളരെ വിശാലമായ തലമുള്ള, വളരെ വിശാലമായ തലത്തിൽ ലോകത്തിന്റെ മുന്നിൽ സ്നേഹത്തിന്റെ, ലോകത്തില് മതങ്ങളും മതപുസ്തകങ്ങളും വേദപുസ്തകങ്ങളും ഒക്കെ നമ്മോട് സ്നേഹം പറയുമ്പോഴും നമ്മൾ സ്നേഹം കണ്ടിട്ടുള്ളത് നേഴ്സുമാരുടെ കൂട്ടത്തിലാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരു കൈയടിയൊക്കെ കൊടുക്കണ്ടേ ഇത് പറയുമ്പോൾ? തീർച്ചയായിട്ടും അറിയിക്കുന്ന കൈയടിയാണ്. അപ്പൊ അത്തരത്തിൽ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ കയ്യൊപ്പ് നൃത്തം പറയുന്ന മനുഷ്യനും മനുഷ്യനും തമ്മിൽ സ്നേഹം മാത്രമാണ് ഉണ്ടാകേണ്ടത് എന്ന് വിളിച്ചു പറയുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തെ അവർ അത്രമാത്രം, അവരിത്രയും സ്നേഹം ലോകത്തിൽ പങ്കുവെക്കപ്പെടുമ്പോൾ അത്രയും ഹെൽത്താണോ എന്ന് ചോദിച്ചാൽ ഹെൽത്താണ് വേണ്ടത്. ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്നും ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇവിടെ ബഹ്റൈനിൽ ഇന്ന് ഇന്ത്യൻ അസോസിയേഷൻ അതുപോലെ തന്നെയുള്ള മറ്റുള്ള എക്സ്പാട്രിയേറ്റ് അസോസിയേഷൻ എത്രയോ ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ട് പത്രങ്ങൾ കാണാറുണ്ട്. തായ്ലാൻഡ് ആയാലും മലേഷ്യ ആയാലും ഇവിടുത്തെ ഫിലിപ്പിനോ നേപ്പാളി കമ്മ്യൂണിറ്റിന് വേണ്ടിയിട്ട് എന്നും ബഹ്റൈനിൽ മെഡിക്കൽ ക്യാമ്പിന് ഏത് സമയം ചോദിച്ചാലും അവൈലബിലിറ്റി ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇവിടെ അൽഹിലാൽ ഉള്ളത്. അതുപോലെ തന്നെ അവരെ മനസ്സ് കാരണമാണ് ഇന്ന് ബഹ്റൈനിൽ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റുള്ള ബോർഡുകളൊക്കെ മാറ്റിയിട്ട് പോലും ഇന്ന് അൽഹിലാൽ എന്ന് വരുന്ന സന്തോഷവാഹികളെ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്രയും നല്ലൊരു വേദി ഒരുക്കി തന്നെ വലിയ സന്തോഷമാണ്. ആ സഹോദരി അവരെ ജീവിതം 50 വർഷം എന്ന് വെച്ചാൽ ഒരുത്തരുടെ ജീവിതത്തിൽ വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. അവരെ കൊണ്ടുവന്ന് നിങ്ങൾ ഒരു അംഗീകാരം കൊടുത്തെന്ന് വെച്ചാൽ അവർക്ക് എത്ര സന്തോഷം ഉണ്ടെന്ന് ആലോചിക്കും. അതുപോലെ കാര്യങ്ങൾക്കാണ് എനിക്ക് ഇതിനെ ഇത്രയധികം ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ഓരോ സമയം ഒരു വൈബ്രന്റ് ലീഡർഷിപ്പാണ്. വിശാലടക്കം നമ്മളെ പ്രിൻസ് അടക്കം അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ ഇവര് നമ്മൾ അനു പറയണ്ട, എപ്പോഴും സ്റ്റാൻഡേർഡാണ് നിങ്ങളെല്ലാവരും. നമ്മളെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പ്രസിഡന്റ്
എവർ സ്മൈലിംഗ് ഗേൾ എന്നാണ് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ കഴിഞ്ഞ മാസത്തിന്റെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഒരു എത്ര ദിവസം, ഒരു 5-8 ദിവസം എന്തായിരുന്നു. എവറി ടൈം ഏത് സമയം ഫോൺ വിളിച്ചാലും എടുക്കാതെ അതുപോലെ തന്നെ വലിയ ഒരു പ്രോഗ്രാമാണ് ഇവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗവർണറേറ്റ് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമിലും ഒന്നിച്ച് നിന്ന് അത് വന്നിട്ട് സപ്പോർട്ട് ചെയ്തൊന്നുമില്ല, ഒരു ഓർഗനൈസർ പോലെ നിന്നില്ല. അന്ന് അത്ര പ്രോഗ്രാം യൂണിപ്പിന്റെ ടീമിനെ കൊണ്ട് സെറ്റ് ചെയ്തെന്നു. അത് മാത്രമല്ല ആ MP-നെ കൊണ്ട് തന്നെ അവർക്ക് അവാർഡ്സ് കിട്ടി. അത് വലിയൊരു സന്തോഷമാണ്. കാരണം ബഹ്റൈനിൽ ഇരിക്കുമ്പോൾ ഇവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റിനെ കൊണ്ട് ഒരു അവാർഡ്, ഒരു അസോസിയേഷൻ, സാധാരണ മെമ്പർ ഓഫ് പാർലമെന്റ്സ് നമ്മൾ വിളിക്കാറാണ് ഗസ്റ്റായിട്ട്. ഇത് അങ്ങനെയല്ല. ഇവർക്ക് മെമ്പർ ഓഫ് പാർലമെന്റ് പറഞ്ഞിട്ട് ഇവർ പെർഫോമൻസ് ആണ്, ഇത്തിരി കളർഫുൾ പെർഫോമൻസ് ഇവർ അറേഞ്ച് ചെയ്തതിന് അവർ ആ സ്റ്റേജിൽ ബഹ്റൈനിലുള്ള വലിയ ലീഡിംഗ് പൊസിഷനിൽ നിൽക്കുന്ന ബഹ്റൈനി സിറ്റിസൺസിന് മുമ്പിൽ വെച്ചിട്ടാണ് അവാർഡൊക്കെ കിട്ടി. അങ്ങനത്തെ വലിയ കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാന്ന് വെച്ചാൽ അത് മാത്രമല്ല, യുനീബ് എന്ന് വെച്ചാൽ യുണൈറ്റഡ് നഴ്സ് ഇന്ത്യ ഫോർ ബഹ്റൈൻ, ഇവര് കലാരംഗം മാത്രമല്ല സാമൂഹ്യ പ്രവർത്തനത്തിനും അവർ കൊടുക്കുന്ന ഒരു പ്രാധാന്യം മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കാളും റംസാനാണ്, റംസാന്റെ വ്രതാരംഭമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഈ ഒരു ക്യാമ്പ് കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം കൂടെ ഉണ്ട്. അപ്പം നമ്മള് നാളെ നോമ്പെടുക്കുന്ന വ്യക്തികൾക്ക് ഇന്ന് മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ അതിനകത്ത് അവരുടെ ഹെൽത്തിനെ പറ്റിയിട്ടൊരു ബോധവൽക്കരണമൊക്കെ സ്വയം നേടിയെടുക്കാനും അതിനനുസരിച്ച് ആരോഗ്യപരമായിട്ടുള്ള ഒരു മെഡിക്കൽ ഒരു നോമ്പ് അവർക്ക് എടുക്കുവാനും സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതിൽ വളരെയധികം നന്ദി അവരോട് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ചീഫ് ഗസ്റ്റ്, അതുപോലെ നമ്മുടെ എല്ലാവരോടും ഇവിടെ കൂടിച്ചേർന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ എല്ലാവരും ഇതുപോലുള്ള മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പുകളിൽ പങ്കെടുത്ത് അവരുടെ ആരോഗ്യത്തെ പറ്റിയിട്ടൊരു ബോധവൽക്കരണം സ്വയം ഉണ്ടാക്കുക. നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യത്തോടെ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകുക. നന്ദി, നമസ്കാരം. ബഹ്റിനിലെ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തു. മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി ഒരു കാർഡിയോ അവയർനെസ് ക്ലാസും നടത്തുകയുണ്ടായി. ആ ഒരു ക്ലാസിന്റെ ഏകദേശ പൂർണ്ണ രൂപം ഈ വീഡിയോടൊപ്പം ചേർക്കുകയാണ്. എന്താ പറയുക, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നല്ല വേർഡ്സ് ഞങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും ഇത് കാണുന്നത്. എങ്ങനെ വീണോ, എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, ഇത് ശരിക്കും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണോ എന്നുള്ളത്. ഇതൊക്കെ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ല. ഇവൻ നമ്മുടെ ഫാമിലിയിലുള്ളവർ പോലും ഒന്ന് സഡനായിട്ടൊന്ന് കുഴഞ്ഞു വീണാൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയണം എല്ലാവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഞങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ആദ്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രാഥമികമായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ്, ഇപ്പോൾ സഡനായിട്ട് ഒരാൾ കുഴഞ്ഞു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫയറിൻ്റെ നടുക്കാണ് ഇത് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് നമുക്ക് ചാടാൻ പറ്റില്ല, അല്ലേ? നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണം. അതുപോലെ തന്നെ ഈ കിടക്കുന്ന വിക്ടിം അവർ ഏത് സേഫസ്റ്റ് കണ്ടീഷനിലാണോ അവർ കിടക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ മിഡിൽ ഓഫ് ദി റോഡ് ഒരാൾ സഡൻലി കൊളാപ്സ് ആയി, ആ സമയത്ത് ഇപ്പോൾ എനിക്ക് ഓടിച്ചെന്ന് മിഡിൽ ഓഫ് ദി റോഡ് അത് ക്ലോസ് ചെയ്ത് നിൽക്കാനോ ഒന്നും പറ്റില്ല. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് അവരെ ഡ്രാഗ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഈ ക്ലോത്തിന് മേലെ പിടിച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ പിടിച്ച് പതുക്കെ ഡ്രാഗ് ചെയ്ത് സൈഡിലേക്ക് ആക്കാം. ഫസ്റ്റ് സേഫസ്റ്റ് പൊസിഷനിൽ ആക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ ഷോൾഡറിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ടാപ്പ് ചെയ്യാം. ഐ ഓക്കെ നമ്മൾ യൂഷ്വലി ചോദിക്കും, നീ ഓക്കെ ആണോ? ആണെന്നുണ്ടെന്ന് ഇപ്പൊ അവര് റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ അതിനർത്ഥം അവർ നോർമലി എന്താ പറയുക, അവർ കോൺഷ്യസ് ആണ്, അവർ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞു. ചില ആൾക്കാർ റെസ്പോണ്ട് ചെയ്യേയില്ല, ഒരനക്കം ഉണ്ടാവില്ല. റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈവൻ ഒരു ബ്ലിങ്കിങ് വരെ അവരുടെ റെസ്പോൺസ് ആണ്, അതായത് അവർ കോൺഷ്യസ് ആണ് എന്നർത്ഥം. അങ്ങനെയുള്ള സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്, നമ്മുടെ ഫോൺ എല്ലാവരുടെയും കയ്യിൽ ഒരു ഫോൺ ഉണ്ടാവും. ഈ ബഹ്റൈനിൽ ഒരു എമർജൻസി നമ്പർ ഉണ്ട്, അതെല്ലാം എല്ലാവർക്കും അറിയാമോ? വാട്ട് ഈസ് ദ എമർജൻസി നമ്പർ ഫോർ ദിസ് ബഹ്റൈൻ? അറിയോ? 999. അതൊരു 999 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അവിടെ നേരെ 999 ഡയൽ ചെയ്യുക. നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സ്പീക്കർ ഫോണിൽ ഇടുക. ഈ വിക്ടിമിന്റെ അടുത്തേക്ക് നിങ്ങൾ വെച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അവരെന്താ പറയുന്നതെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവരുടെ ബ്രീത്തിങ് ചെക്ക് ചെയ്യാനും പറ്റും. ബ്രീത്തിങ് ചെക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞു നിന്നിട്ട്
ഒന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഈ മൗത്തിന്റെ അവിടെ നമുക്ക് ഇവിടെ നമ്മുടെ ചീക്കിൽ നമുക്ക് ഫീൽ ചെയ്യും അവർ പുള്ളി ചെയ്യുന്നുണ്ടോ, എയർ ഇൻ ആൻഡ് ഔട്ട് എടുക്കുന്നുണ്ടോ എന്ന്. അതർ തിങ് ഈസ് ദാറ്റ് നിങ്ങൾക്ക് ഈ ചെസ്റ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് മൂവ്മെന്റ്സ് കാണാൻ പറ്റും. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് ഉണ്ടോ എന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാം. ഒരു 5 to 10 സെക്കൻഡ് എങ്കിലും മിനിമം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ആക്ച്വലി നമ്മൾ നഴ്സസിനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയും 1 ബഹ്റൈൻ, 2 ബഹ്റൈൻ, 3 ബഹ്റൈൻ, 4 ബഹ്റൈൻ, 5 ബഹ്റൈൻ, 6 ബഹ്റൈൻ. മിനിമം 5 to 10 സെക്കൻഡ്സ് ആണ് നമ്മൾ പറയുന്നത്. അത് ഒബ്സർവ് ചെയ്യുക. അതിന് ചെസ്റ്റിന് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ പേഷ്യന്റ് ബ്രീത്തിങ് ആണ്, ഇത് കാർഡിയാക് അറസ്റ്റ് അല്ല. പേഷ്യന്റ് ബ്രീത്തിങ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് കാർഡിയാക് അറസ്റ്റ് ആവാം. കാർഡിയാക് അറസ്റ്റ് ആയാൽ നിങ്ങളുടെ എല്ലാവരുടെ ഞാൻ പറയുകയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് നിങ്ങൾ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും ആ ആളുടെ ജീവൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ എത്ര പെട്ടെന്ന് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല കാര്യം. ബിക്കോസ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി 999 വിളിച്ചു, അവർ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഇത് എവിടെയാണുള്ളത്, ഏത് ലൊക്കേഷനിലാണുള്ളത്, അങ്ങനെയുള്ളത്. ആ സെയിം ടൈമിൽ നിങ്ങൾ ഈ ചെസ്റ്റിലേക്ക് ഒന്ന് നോക്കുക മാത്രമേ ചെയ്യൂ, ഇത് മൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആ മൂവ്മെന്റ് ഇല്ലാതെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് CPR ചെയ്യാം. CPR ചെയ്യാൻ വേണ്ടി ഇതിനെ കാർഡിയോ പൾമണറി റെസ്ക്യൂ 2 നിപ്പിൾസിന്റെ നടുക്കായിട്ട് സെന്ററിൽ നമ്മൾ കൊണ്ടുപോയി കൈവയ്ക്കുക. അതും നിങ്ങളുടെ ഡോമിനന്റ് ഹാൻഡ് ഏതാണോ, റൈറ്റ് ഹാൻഡഡ് പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് അവിടെ കൊണ്ടുപോയി വെച്ച് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത്, അതായത് മൂവ് ചെയ്യരുത്. ഇനി വെച്ച സ്ഥലത്ത് നിന്ന് കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. നെക്സ്റ്റ് ഈസ് ദാറ്റ് യുവർ എൽബോ ഷുഡ് ബി സ്ട്രെയിറ്റ്. നിങ്ങളുടെ എൽബോ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ പൊസിഷൻ, ഈ ആൾ കിടക്കുന്ന ആളിൻ്റെ മേലെ നിന്ന് 90 ഡിഗ്രി ആയിട്ടുണ്ട്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ പൊസിഷൻ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല സ്ട്രെങ്തോട് കൂടി ഫുൾ കംപ്രഷൻ കൊടുക്കാൻ പറ്റും. അപ്പം ഈ കംപ്രഷൻ കൊടുക്കുന്നതിന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി ഒരു ഹെൽപ്പ് വരുന്നോണം വരെ, അതായത് 999 നിങ്ങൾ വിളിച്ചിട്ടുണ്ട്, അവർ ആസ് സൂൺ ആസ് പോസിബിൾ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ കംപ്രഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് മാത്രമേ ചെയ്യണ്ടൂ, വേറെ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ അതൊന്നും വേണ്ട. നിങ്ങൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ, ബിക്കോസ് ഓൾറെഡി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മൾ ആരോടും പറയുന്നില്ല. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഇസ് നോട്ട് അറ്റ് ഓൾ അഡ്വൈസിങ് ഫോർ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ. അങ്ങനെ നമ്മൾ പറയും. നിങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരിക്കലും മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൊടുക്കരുത്. ഇൻ കേസ് നിങ്ങളുടെ ഫാമിലി മെമ്പർ ആണ്, യു ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ്, എങ്കിലും നിങ്ങൾക്ക് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷനും കൊടുക്കാം. അതല്ല എങ്കിൽ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് കംപ്രഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ 30 കംപ്രഷൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. വീണ്ടും 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇൻ കേസ് ഇപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പർ അല്ല, മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൊടുക്കാനുള്ള ഒരു കംഫർട്ടബിൾ ആയ ഒരു ഇതിലല്ല എന്നുണ്ടെങ്കിൽ ഈ കംപ്രഷൻ നിങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാവരും കാണിച്ചു തരാം. ഞാൻ ഈ മാനിക്കൻ വെച്ചിട്ട് പറഞ്ഞു തരും, കാരണം എൻ്റെ പ്രോപ്പർ ഡെപ്തിലാണോ ഉള്ളത്. ബിറ്റ്വീൻ ദ നെപ്പിൾസ്, then my body is 90 degree angle, my elbow is straight now. Then see the lights, you can see 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. In case ഞാൻ 30 കഴിഞ്ഞിട്ട് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഹെഡ് ആൻഡ് ചിൻ ലിഫ്റ്റ്. എന്നിട്ട് ഞാൻ നോർമൽ എടുക്കുന്ന ഒരു ബ്രീത്ത് മതി, വലിച്ചെടുക്കൊന്നും വേണ്ട. ഒരു നോർമൽ ബ്രീത്ത് എടുത്തിട്ട് ഈ മൗത്തും കൂടെ ഫീൽ ചെയ്യുക. എന്നിട്ട് അകത്തേക്ക് പുള്ളി ചെയ്യുക. നിങ്ങൾ പുള്ളി ചെയ്യുന്ന എയർ അകത്ത് എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ചെസ്റ്റ് റൈസ് കാണാൻ പറ്റും. ഞാൻ പുള്ളി ചെയ്ത എയർ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഒന്നും കൂടെ അവരെ ശരിയാക്കി കിടത്തിയിട്ട് ഈ മൂക്ക് ഇങ്ങനെ അടച്ചിട്ട് ഹെഡിൽ ചിൻ ലിഫ്റ്റ് വെച്ചിട്ട് പുഷ് ചെയ്യുക, എയർ ബ്ലോ ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാം. ഇത്രയും തന്നെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു എന്താ പറയുക ആംബുലൻസ് വരുന്നത് വരെ ചെയ്താൽ നിങ്ങൾക്ക് ആൾക്കാരെ എന്താ പറയുക രക്ഷിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഈ ഒരു ക്ലാസ് ഏറെ പ്രയോജനകരമായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. റംദാൻ നോമ്പുകാലം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് യുണീബിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെയൊരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്നത് ഏറെ പ്രശംസനീയമാണ്. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായി ഏകദേശം 150-ലേറെ ആളുകൾ പങ്കെടുത്തു. മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായി എത്തിയ എല്ലാവരുടെയും ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, ലിവർ സ്ക്രീനിംഗ്, കിഡ്നി സ്ക്രീനിംഗ് എന്നീ പരിശോധനകൾ നടന്നു.
കൂടാതെ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും മാർച്ച് 15 വരെ അൽ ഹിലാൽ മനാമ സെന്ററിൽ നിന്ന് എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ തികച്ചും സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. 2018 ബഹ്റിനിലെ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നഴ്സുമാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് യുണീബ് ആരംഭിക്കുന്നത്. സംഘടന ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വിവിധതരം സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഇവർ. എല്ലാ വർഷവും നിരവധി മെഡിക്കൽ ക്യാമ്പുകളാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ബഹ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ബഹ്റിനിലെ വിവിധ ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചും ഇവരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടക്കാറുണ്ട്. മെഡിക്കൽ ക്യാമ്പുകൾക്ക് പുറമെ വിവിധ ലേബർ ക്യാമ്പുകളിൽ ഭക്ഷണം എത്തിച്ചു നൽകുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. യുണീബിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അതെല്ലാം ഒന്ന് കാണുക. നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. കാരണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഇനിയും കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പ്രചോദനമാകുന്നത്. നമുക്ക് മെഡിക്കൽ ക്യാമ്പിലെ കുറച്ച് വിശേഷങ്ങൾ കൂടി കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇനിയും കൂടുതൽ സേവന പ്രവർത്തനങ്ങളുമായി ബഹ്റിൻ്റെ മണ്ണിൽ മുന്നോട്ട് പോകാൻ യുണീബിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.